നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് അടക്കം രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് നിലനിൽക്കുന്നത്. നാളെ 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. തിങ്കളാഴ്ച, അതായത് 6/7/2026 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലും ജലനിരപ്പ് 3ാമത്തെ മുന്നറിയിപ്പ് നില കഴിഞ്ഞതിനാലും ഡാമിന്റെ 4 ഷട്ടറുകളും ഇന്ന് ഉച്ചയ്ക്ക് 10 സെന്റിമീറ്റർ വീതം ആകെ 40 സെന്റിമീറ്റർ ഉയർത്തും. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കലക്ടർ അനുകുമാരി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലും കാലവർഷം കനത്തതോടെ മഹാരാഷ്ട്രയിൽ പ്രളയ സമാനമായ സാഹചര്യമാണുള്ളത്. വരും മണിക്കൂറുകളിൽ മുംബൈയിലെ സബർമൻ മേഖലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതുവരെ 5 പേരാണ് മഹാരാഷ്ട്രയിലെ മഴക്കെടുതിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. മുംബൈയിലെ പല ഭാഗങ്ങളിലും 100 മില്ലിമീറ്ററിലധികം മഴയാണ് രേഖപ്പെടുത്തിയത്. ബാന്ദ്രയിൽ 150.6 മില്ലിമീറ്ററും പരേലിൽ 141.8 മില്ലിമീറ്ററും വിക്രോളിയിൽ 143 മില്ലിമീറ്ററും മഴ ലഭിച്ചു. ഭൂരിഭാഗം റോഡുകളും വെള്ളത്തിനടിയിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായി. പലയിടങ്ങളിലും ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടലിൽ 4.26 മീറ്റർ ഉയരത്തിൽ വേലിയേറ്റത്തിന് സാധ്യതയുള്ളതിനാലും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജനങ്ങൾ അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പശ്ചിമ മഹാരാഷ്ട്രയിൽ തുടരുന്ന കനത്ത മൺസൂൺ മഴയെ തുടർന്നും വരാന്താഘട്ടിലും പുനെയിലെ സിംഹഗഡ് കോട്ടയുടെ പ്രവേശന കവാടത്തിന് സമീപവും ഉരുൾപൊട്ടലുണ്ടായി. ഇതേ തുടർന്ന് കോട്ടയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം താൽക്കാലികമായി നിരോധിക്കുകയും പ്രധാന പാതയിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ബോർ താലൂക്കിലെ ഷിർഗാവ് മേഖലയിലും ബോർ മഹാദ് റോഡിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. വൻതോതിൽ പാറകളും ചെളിയും മരങ്ങളും അവശിഷ്ടങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. സിംഹഗഡ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപവും ഉരുൾപൊട്ടലുണ്ടായി. മുൻകരുതൽ നടപടിയായി വനംവകുപ്പ് കോട്ട താൽക്കാലികമായി അടച്ചു. ശക്തമായ മഴ പുനെ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. 14ഓളം സ്ഥലങ്ങളിൽ മരങ്ങൾ വീണതായി ഫയർഫോഴ്സ് അറിയിച്ചു. വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രധാന റോഡുകളിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഹാരാഷ്ട്രയിൽ മൺസൂൺ ശക്തമാകാൻ കാരണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുനെ, സത്താറ, കൊങ്കൺ മേഖലകളിലെ ഘട്ട് പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറായി അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പുനെയിലെ ഘട്ട് മേഖലകളിൽ ജൂലൈ 5 വരെ റെഡ് അലേർട്ടും ജൂലൈ 6, 7 തീയതികളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ച ജില്ലകൾ. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. തിങ്കളാഴ്ച എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ചൊവ്വാഴ്ച, അതായത് 7/7/2026 എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് ബാധകമായിരിക്കും. 8/7/2026 ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴ തുടർന്നേക്കും. പൊതുജനങ്ങൾക്കുള്ള പ്രധാന ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീകരകളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലോ ക്യാമ്പസുകളിലോ പകൽ സമയത്ത് തന്നെ മാറി താമസിക്കേണ്ടതാണ്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുമായോ റവന്യൂ അധികാരികളുമായോ ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലുള്ളവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നും ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കുക. മഴ ശക്തമാകുമ്പോൾ അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള
വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പാടില്ല. ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതും ഒഴിവാക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ കോതി ഒതുക്കാനും ബോർഡുകളും മതിലുകളും സുരക്ഷിതമാക്കാനും ശ്രദ്ധിക്കുക. ദുരന്ത സാധ്യതാ മേഖലകളിലുള്ളവർ അടിയന്തരമായ ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിലും ബന്ധപ്പെടാമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലും കാലവർഷം കനത്തതോടെ മഹാരാഷ്ട്രയിൽ പ്രളയ സമാനമായ സാഹചര്യമാണുള്ളത്. വരും മണിക്കൂറുകളിൽ മുംബൈയിലെ സബർമൻ മേഖലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ പെയ്യാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതുവരെ 5 പേരാണ് മഹാരാഷ്ട്രയിലെ മഴക്കെടുതിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. മുംബൈയിലെ പല ഭാഗങ്ങളിലും 100 മില്ലിമീറ്ററിലധികം മഴയാണ് രേഖപ്പെടുത്തിയത്. ബാന്ദ്രയിൽ 150.6 മില്ലിമീറ്ററും പരേലിൽ 141.8 മില്ലിമീറ്ററും വിക്രോളിയിൽ 143 മില്ലിമീറ്ററും മഴ ലഭിച്ചു. ഭൂരിഭാഗം റോഡുകളും വെള്ളത്തിനടിയിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായി. പലയിടങ്ങളിലും ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കടലിൽ 4.26 മീറ്റർ ഉയരത്തിൽ വേലിയേറ്റത്തിന് സാധ്യതയുള്ളതിനാലും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജനങ്ങൾ അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പശ്ചിമ മഹാരാഷ്ട്രയിൽ തുടരുന്ന കനത്ത മൺസൂൺ മഴയെ തുടർന്നും വരാന്താഘട്ടിലും പുനെയിലെ സിംഹഗഡ് കോട്ടയുടെ പ്രവേശന കവാടത്തിന് സമീപവും ഉരുൾപൊട്ടലുണ്ടായി. ഇതേ തുടർന്ന് കോട്ടയിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം താൽക്കാലികമായി നിരോധിക്കുകയും പ്രധാന പാതയിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ബോർ താലൂക്കിലെ ഷിർഗാവ് മേഖലയിലും ബോർ മഹാദ് റോഡിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. വൻതോതിൽ പാറകളും ചെളിയും മരങ്ങളും അവശിഷ്ടങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. സിംഹഗഡ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടത്തിന് സമീപവും ഉരുൾപൊട്ടലുണ്ടായി. മുൻകരുതൽ നടപടിയായി വനംവകുപ്പ് കോട്ട താൽക്കാലികമായി അടച്ചു. ശക്തമായ മഴ പുനെ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഏതായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്.